ഇന്നൊരു 15 Pro US വേർഷൻ എനിക്ക് മലപ്പുറത്തുനിന്ന് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വന്ന വർക്കാണ്. അതായത് അവർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ബോർഡ് ഷോർട്ടായിരുന്നു. ഷോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഷോർട്ടിലെടുത്തു. എന്നിട്ട് അവർ മുകളിൽ കൂടെ അങ്ങനെ ജസ്റ്റ് പ്രീ ഹീറ്റിൽ വെച്ചിട്ട് ഹീറ്റ് അടിച്ച സമയത്ത് CPU ഡിസ്കണക്റ്റ് ആയിപ്പോയി, ലോ ബൂട്ടായിപ്പോയി. അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്ത് ആരും, അതായത് CPU പോയിണ്ടാവും അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. മീൻസ് ലക്ക്. നമുക്ക് കസ്റ്റമർക്ക് ഇപ്പോൾ നമ്മൾ വേറെ ബോർഡ് ഇത് കൊടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആവും. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കൊടുത്തയക്കി, ഞാൻ കുറച്ച് ലൈൻ അവരോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ ലൈനൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അതായത് CPU ഡിസ്കണക്റ്റ് ആയ വാല്യൂണ് അതിലെല്ലാം കാണിക്കുന്നത്, അത് പവറൈസിൽ നിന്ന് വരുന്ന വാല്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുത്തയക്കി, ഞാനൊന്ന് ട്രൈ ആക്കി നോക്കണം. പക്ഷേ ഞാൻ നോക്കി കറക്റ്റ് CPUവിന് ഒരു കുഴപ്പമില്ല കേട്ടോ. CPU സേഫാണ്. ആ ഒരു ചെറിയൊരു ടെമ്പറേച്ചറിൽ തന്നെ അത് ഡിസ്കണക്റ്റ് ആയിപ്പോയി. അവർ മുകളിൽ കൂടെ 370 ഹീറ്റ് അടിച്ചിരണം. അതായത് ഹെയർ എപ്പോഴും കുറച്ചിട്ട് അടിക്കണം. നമ്മൾ പ്രീ ഹീറ്റിന് മുകളിലേക്ക് ഹെയർ ഏറ്റവും കുറച്ചിട്ട് വരണം. എയർ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും. അപ്പോൾ സംഭവം CPU എടുത്തു, CPU സേഫാണ്. പിന്നെ ബോർഡെല്ലാം നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത്. പക്ഷേ ടെക്നീഷ്യൻ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവൻ ആ സെപ്പറേറ്റ് ചെയ്ത മെത്തേഡ് നല്ല അടിപൊളി മെത്തേഡാണ്. നല്ല വൃത്തിയിൽ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഡാമേജോ ബെൻഡോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തൊക്കെ കറക്റ്റാക്കി. അതുപോലെ നല്ല ഗമ്മ, CPUൻ്റെ ഗമ്മൊക്കെ ഇത് കാരണം അതിനത്രയും ഗമ്മൊന്നും ഇതിൽ വരില്ല. ഈ ടൈപ്പ് അതായത് 14 Pro Max അങ്ങനത്തെയുള്ള മോഡലുകളിലും ഗമ്മ് വളരെ കുറവായിരിക്കും. കറക്റ്റ് ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, ഇതുപോലെ ക്ലീനെല്ലാം ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വിക്ക് നമ്മൾ തട്ടിച്ചിട്ട് വിക്കൊന്നും ഇടും. അത് നല്ല നല്ല വൃത്തിയിൽ. കാരണം ഈ ബോൾ നമുക്ക് സ്റ്റെൻസിൽ വെച്ച് റീവോൾ ചെയ്യുന്ന സമയത്ത് ബോൾ കറക്റ്റ് അലൈൻമെൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രിൻറ്റുകൾ ടച്ച് ആവില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റായിട്ടൊരു വിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും സേഫാണ്. പിന്നെ ഇതുപോലെ സ്റ്റെൻസിലെല്ലാം കറക്റ്റ് വെച്ച് PPD എല്ലാം കറക്റ്റ് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ക്ലോത്ത് കൊണ്ടൊന്ന് ഒരു ക്ലീനർ വെച്ചിട്ടൊന്ന് അതിന് അപ്ലൈ ചെയ്തിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഇതുപോലെ നല്ല വൃത്തിയിലൊന്ന് റീബോൾ ചെയ്തിട്ട് ഇതുണ്ട്. അതുപോലെ റീബോൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ബോളെല്ലാം കറക്റ്റ് ആയിരിക്കും. ഇതുപോലെ ചെയ്ത് എന്താണ് CPU എല്ലാം കറക്റ്റ് വെച്ചതിന് ശേഷം ഇത് സംഭവം കസ്റ്റമർ സെയിലിന് കൊടുന്ന ഷോപ്പത്തെ സെറ്റായിരുന്നു. അപ്പോൾ ചാർജർ മാറി കുത്തിയിട്ടാണ് പോയത് പറഞ്ഞത്. ചാർജിങ് ഐസിയാണ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. അവർ ആ ഷോട്ടൊക്കെ എടുത്ത് റെഡിയാക്കി, പക്ഷെ പോയി. പക്ഷേ ഓടാകുന്നില്ല, ആ കണ്ടീഷനാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഓക്കെ, കറക്റ്റ് സംഭവം സെറ്റ് ഓണായി വന്നിട്ടോ.